പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഈ ഒരു വെതറിൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമുക്കിതിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് വരുന്ന ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലോട്ടാണ്. അപ്പോൾ ഇതിനും ടോപ്പ് ആൻഡ് ബോട്ടം ഉണ്ട്. അടുത്ത ഷെയ്ഡ് ഇതിൻ്റെ വരുന്നത് ഒരു റോസ് പിങ്ക് കളറിൽ. അങ്ങനെ 2 ഷെയ്ഡ്സാണ് ഇതിലുള്ളത്. 2 നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. അപ്പോൾ ഒന്നൊരു പേസ്റ്റൽ ടോണും മറ്റൊന്നൊരു ഡീപ്പ് കളറിലോട്ടും വരും. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഇതിൽ യോ കട്ടിങ് വരുന്നുണ്ട്. ഹൈ യോ കട്ടിങ് ആണ്. അവിടെ സിഗ്സാഗ് ഫാബ്രിക്, അങ്ങനെ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരേ ബേസ് ഫാബ്രിക്കിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള വീവിംഗ് ഉള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യോ കട്ടിങ് ഹൈ വന്നിട്ട് അവിടെ സിഗ്സാഗ് ഫാബ്രിക്കും താഴോട്ട് വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ 3 പാനലായിട്ടാണ് ഈ മെറ്റീരിയൽ താഴോട്ട് കൊടുത്തിട്ടുള്ളത്. ആ 3 പാനലിൻ്റെ ഒരു 2 സൈഡിലായിട്ട് റണ്ണിങ് സ്റ്റിച്ചസ് വരുന്നുണ്ട്. പിന്നെ മിഡിലായിട്ട് സിഗ്സാഗ് ഫാബ്രിക്കിൻ്റെ ഒരു ബോർഡർ പോലെ ഇങ്ങനെ മിഡിൽ താഴെ ഹെംലൈൻ വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പിങ്ക് ഷെയ്ഡിലോട്ട് വരുന്നത് ഇതിലുള്ള ബൂട്ടാസിൻ്റെ വീവിങ് ഈ ഒരു മോഡലിലാണ്. ചെറിയ ചെറിയ ബൂട്ടാസ് ഓൾ ഓവർ വന്നത്. അപ്പം അത് പക്ഷേ ഈ ഒരു ബ്ലൂവിലോട്ട് വരുമ്പം റൗണ്ട് പാറ്റേണിലുള്ള ബൂട്ടാസാണ് ഓൾ ഓവർ വീവ് ചെയ്ത് ഈ ഒരു ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഒരു കളേഴ്സിൽ വരുന്നതിൽ. ബാക്ക് പോർഷൻ ഫുള്ളായിട്ട് ആ ഒരു സെയിം പാറ്റേണിലുള്ള ബൂട്ടാസ് തന്നെയാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലോട്ട് ഒരു ബോർഡർ പോലെയും പിടിപ്പിച്ചിട്ടുണ്ട്. വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുമ്പം നമ്മൾ കണ്ട സിഗ്സാഗ് ഫാബ്രിക് ഇല്ലേ, അതാണ് ബോട്ടം ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് മോഡലിലാണ്. ഫുൾ വേസ്റ്റ് ഫുൾ റൗണ്ട് ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. വളരെ കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. അപ്പം ഇതുപോലെ 2 കളേഴ്സും ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നതാണെങ്കിൽ 1350 റേഞ്ചിലാണ്. ഈ ഒരു റേഞ്ചിൽ നല്ല ഭംഗിയുള്ള സെറ്റാണ്. സൈസസ് മീഡിയം ടു XXL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്.